ഗൈസ് എനിക്ക് വിശക്കുന്നു. ആക്ച്വലി എനിക്കും വിശക്കുന്നു. നാടൻ ഫുഡാണെങ്കിൽ ഞാൻ റെഡിയാ. നല്ല ആംബിയൻസും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചാന. അങ്ങനെയാണ് എനിക്കൊരു സ്ഥലം അറിയാം. നമുക്ക് സർണിയയിലെ മലബാറി ബിസ്ട്രോയിലോട്ട് പോയാലോ? ചവിട്ടി വിടുകിട്ടാ. അങ്ങനെ ഒരു സഡൻ പ്ലാൻ ഇട്ട് നമ്മൾ ലണ്ടനിൽ നിന്ന് സർണി എത്തി. കുറച്ചധികം നാളായിട്ട് വരണമെന്ന് വിചാരിച്ച സ്ഥലമാട്ടോ ഇത്. അകത്തേക്ക് വരുമ്പോൾ തന്നെ എന്താ ഫീല്, മൊത്തത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു വൈബ്. നമ്മൾ ആദ്യം തന്നെ ഇവരുടെ മാംഗോ കുലുക്കിയും മദ്രാസ് കോഫിയാണ് ട്രൈ ചെയ്തത്. രണ്ടും അടിപൊളിയായിരുന്നു. പിന്നുണ്ടല്ലോ സ്വന്തമായിട്ടൊരു ബിയർ ബ്രാൻഡ് ഉണ്ട് ഇവർക്ക്, മലബാറി. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഫോർ ബിയർ ലവേഴ്സ്. നമുക്കിവിടെ യുണീക്കായി തോന്നിയ വേറൊരു കാര്യം ഇവരുടെ ഈ പ്ലേ ഏരിയ ആയിരുന്നു കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സായിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട്. നല്ല ലേക്ക് വ്യൂ വിത്ത് സൺസെറ്റൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നപ്പോഴേക്കും ഫുഡ് എത്തി. സ്റ്റാർട്ടറായിട്ട് തട്ടുകട ചിക്കൻ ഫ്രൈ ആട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത 2 ഐറ്റംസാണ് ഇവരുടെ ജെല്ലിക്കെട്ട് മന്തിയും എല്ലും കപ്പയും. അമ്പോ പൊളി തന്നെ. അടുത്ത ഐറ്റം ഇവരുടെ ഫേമസ് പാതിര ഫിഷും നമ്മുടെ സ്വന്തം കേരള പൊറോട്ടയും. നല്ല മൊരിഞ്ഞ ഒരു കഷ്ണം പൊറോട്ട എടുത്ത് കുറച്ച് ഫിഷും അതിൻ്റെ മസാലയും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയ സന്തോഷം അത് വേറെ ലെവലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചതല്ലേ, ഇവരുടെ 2 കോക്ടെയിൽ കൂടെ ട്രൈ ചെയ്തേക്കാന്നോർത്ത് നമ്മൾ സോൾ ഓഫ് കേരള ആൻഡ് പീച്ചി പൾപ്പ് ഓർഡർ ചെയ്തു. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഇതൊരു അന്ത്യവിലയെന്ന് ചിന്തിക്കുന്നവർക്കായിട്ട് ഇവരുടെ ന്യൂലി ലോഞ്ച്ഡ് റെഡ് വെൽവെറ്റ് പേസ്ട്രി കൂടെ കഴിച്ച് ഇത്തവണത്തേക്ക് ഞങ്ങൾ സുല്ലിട്ടു. ഞങ്ങൾ ട്രൈ ചെയ്ത എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. ഇനിയും പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് ഇവർ മെനു അപ്ഡേറ്റ് ചെയ്യാൻ പോവാന്ന് കേട്ടപ്പോൾ തന്നെ അടുത്ത വരവ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഈ അടുത്തിടെ ഞാൻ അവതരിപ്പിച്ച പ്ലാനുകളിൽ ഇതൊരു 5 സ്റ്റാർ ഐഡിയ ആയിരുന്നെന്ന് ഇവരും അപ്രൂവ് ചെയ്തിട്ടോ. അപ്പം എങ്ങനെയാ, പോവല്ലേ?